പരിസോരയമേ തമ്പോതി പാടുവാൻ ഭവനങ്ങളിലും അവിടുന്ന് രക്ഷകനും നാഥനുമായി സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത്. ഈ സമ്മാനം എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾക്ക് പറയാമോ? പറയാൻ പറ്റില്ല. ആർക്കെങ്കിലും പറയാമോ? നമുക്ക് പറയാമോ? അപ്പൊ ഇതൊരു നമുക്കൊക്കെ വലിയ പ്രചോദനമാണ്. ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മുടെ എബി പിന്നെ എൻ്റെ ആഗ്രഹം എന്താണെന്ന് കഴിഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞത്? ബിസിനസ്മാൻ ഇല്ലേ? ഒരു പിന്നെ ബിസിനസ്മാനായിട്ട് എന്ത് ബിസിനസ്? പഠിക്കുന്ന ബിസിനസ്. എന്തായാലും ഒരു നന്നായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടിയിരിക്കുന്ന എബിക്ക് എല്ലാവരുടെയും പേരുള്ള എല്ലാ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ. എന്തായിരുന്നു അത്? ഡേറ്റ് പറഞ്ഞ എന്തായിരുന്നു ഡേറ്റ്? അന്നെങ്ങനെ ആഘോഷിച്ച? കേക്ക് മുറിച്ചു. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ അദ്ദേഹം ഒരു വിശ്വാസിയായി ക്രിസ്ത്യാനിയായി പിന്നീട് അദ്ദേഹം നല്ലൊരു ക്രൈസ്തവ ജീവിതം നയിച്ചു. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസം ഓരോ സംഭവമുണ്ട്. ഇത് ഇങ്ങനെ ചിന്തകളെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളോ ഒക്കെ ഇങ്ങനെ ഈ വണക്കവാസമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ നമ്മളെ സഹായിക്കുകയാണ്, നമ്മളെ വളർത്തുകയാണ്. അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തി പോലും ഉപേക്ഷിക്കപ്പെടുകയില്ല എന്ന് എത്രയും നീളം മാതാവ് എന്ന പ്രാർത്ഥനയിൽ വളരെ പ്രത്യേകമായി ചൊല്ലുന്നുണ്ട്. ഈ ഒരു സന്ദേശം കഴിഞ്ഞ ദിവസം നമ്മുടെ സന്ദേശം ഓർക്കുന്നുണ്ടോ? അപ്പോൾ മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആ പ്രാർത്ഥനകൾ ഇങ്ങനെ ദൈവം കേൾക്കുകയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു കുറേ സമയം ഇങ്ങനെ മുറ്റത്ത് നിന്ന് അപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ വന്നില്ല. എല്ലാവരും ഇങ്ങനെ വട്ടത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ വട്ടത്തിൽ നിന്ന് ചെല്ലിയാലോ എന്ന് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി.
അപ്പൊ ആ സമയത്ത് എൻ്റെ ഒരു അനുഭവം ഞാൻ ബേബിച്ചേട്ടനായിട്ട് ഇങ്ങനെ പറയുകയാണ്, നിങ്ങളിങ്ങനെ കേരളത്തിലെ എല്ലാ ജയിലുകളിലും പഠിച്ചുകൊണ്ടിരുന്ന കാലം. ഇപ്പൊ സെമിനാരിയുടെ ഒരു 2 മാസത്തേക്ക് 1 മാസത്തേക്ക് അവധി ഉണ്ടാകും. അതിലൊരു ഒരാഴ്ച ജയിലുകൾ സന്ദർശനമായി. അപ്പോൾ നമ്മള് ഇവിടെ നെയ്യാറ്റിൻകരയാണ് കേരളത്തിന്റെ അതിർത്തിയിലുള്ള ഒരു ജയില്. അങ്ങനെ ഇഷ്ടംപോലെ 10-20 ജയിലുകളുണ്ട് കാസർഗോഡ് വരെ. വൈദ്യുതി ജയിലൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ജയിലിന്റെ മുമ്പിൽ വലിയ, നമ്മൾ ജയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ,